കോഴിക്കോട് സ്വകാര്യ കമ്പനിക്കുള്ള പ്രൊമോഷണൽ വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെ വാഹനമിടിച്ച് വീഡിയോഗ്രാഫർക്ക് ദാരുണാന്ത്യം. വടകര കടമേരി സ്വദേശി ആൽവിനാണ് മരിച്ചത്. ബീച്ച് റോഡിൽ വെള്ളയിൽ പോലീസ് സ്റ്റേഷന് സമീപത്താണ് അപകടമുണ്ടായത്. സ്വകാര്യ സ്ഥാപനത്തിന് വേണ്ടി ചിത്രീകരണം നടത്തുന്നതിനിടെയാണ് വാഹനമിടിച്ചത്. അതിന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോ പ്രകാരം കണ്ടതാണ്. അത് പിന്നെ ഈ രണ്ട് വണ്ടി ഇയാൾ സെന്ററിൽ നിന്നിട്ട് വീഡിയോ ചെയ്യാണ്. ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരു വണ്ടി വന്ന് ഇയാൾ ഇടിച്ച് തെറിപ്പിക്കുകയാണ്. അത് വീഡിയോയിലുള്ളതാണ്. രണ്ട് സൈഡിലായിട്ട് വരുന്ന സീനാണ് ആ വീഡിയോയിലുള്ളത്. അയാൾ സെന്ററിലാണ്, റോഡിന്റെ സെന്ററിലാണ് ക്യാമറ ഉപയോഗിച്ചിട്ടുള്ളത്. ആ വാഹനത്തിൽ ഒരു വാഹനം ഇടിച്ച് തെറിപ്പിക്കുന്നുണ്ട്. അതിൽ ക്യാമറയിൽ വ്യക്തമായിട്ട് ഏത് വണ്ടിയാണെന്ന് കാണുന്നുണ്ട്. കണ്ടിട്ടില്ല, നമ്മൾ ഇടിച്ചിരിക്കുന്നതാ കണ്ടത്. വണ്ടി ആ അടുത്ത് വണ്ടിയിലേക്ക് അവരെ വണ്ടി തന്നെ കയറ്റിയത്. അവരെ വണ്ടി തന്നെ ഫസ്റ്റത്തെ വണ്ടി ആ ബ്ലാക്ക് വണ്ടിയിലേക്കാണ് കയറ്റി വിടുന്നത്. നമ്മൾ ആ ആള് എടുത്ത് ഞങ്ങൾ മൂപ്പര് സൈഡിൽ ഇങ്ങനെ കൊഴിഞ്ഞ് കിടക്കുക, മൊത്തം ചോരൊക്കെ ആയിട്ട്. റീൽസിന് ആരൊന്നുമില്ല. ഇവര് ആകെ ഇപ്പോൾ ഉള്ള കാറിൽ ഒരു വെള്ള ഷർട്ട് ഇട്ട ഒരാളും വേറൊരു ടീഷർട്ട് ഇട്ട ചങ്ങായി, ഇവര് മാത്രമാണ് അങ്ങനെ കാണുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഷബീർ ഒമർ ചേരുന്നു. ഷബീർ, പരസ്യ ചിത്രീകരണത്തിനിടെയാണ് ഇത്തരമൊരു ദാരുണ സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ? ഇന്ന് രാവിലെ 7 മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് വെള്ളയിലിൽ, കോഴിക്കോട് വെള്ളയിലിൽ ബീച്ച് റോഡിലാണ്, വെള്ളയിൽ പോലീസ് സ്റ്റേഷന് സമീപം ഏതാണ്ട് 100 മീറ്റർ പരിധിയിൽ, പോലീസ് സ്റ്റേഷനിൽ നിന്ന് 100 മീറ്റർ മാറിയാണ് ഈ ബീച്ച് റോഡിലെ അപകടമുണ്ടായത്. അതായത് ഒരു സ്വകാര്യ കമ്പനി, 999 ഓട്ടോമോട്ടീവ് എന്ന പേരിലുള്ള ഒരു സ്വകാര്യ കമ്പനി, ആ സ്ഥാപനം ചെയ്യുന്നത് ഈ ആഡംബര വാഹനങ്ങൾ മോടി പിടിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങളാണ്. പോളിഷിംഗ്, മറ്റ് പ്രവൃത്തികൾ ഉൾപ്പെടെയുള്ളവ ചെയ്യുന്ന സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന്റെ പ്രൊമോഷണൽ വീഡിയോ ചിത്രീകരണത്തിനിടെയാണ് ഈ സംഭവം ഉണ്ടായത്. ഈ പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഉടമകളിൽ ഒരാളായ ഒരു വ്യക്തിയാണ്, സാബിത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹമാണ് ഈ വാഹനങ്ങളിൽ ഒരു വാഹനം ഓടിച്ചിരുന്നത്. മറ്റൊന്ന് അദ്ദേഹത്തിന്റെ ബന്ധുവിന്റെ ഉടമസ്ഥതയിലുള്ള, ബന്ധുവിൽ നിന്നുള്ള വാഹനമാണെന്നാണ് പറഞ്ഞത്. 2 വാഹനങ്ങൾ, ഒന്ന് ഒരു ഡിഫൻഡർ വാഹനം, മറ്റൊന്നൊരു ബെൻസ് വാഹനം. ഈ 2 വാഹനങ്ങൾ ഈ റോഡിൽ, ഞാനിപ്പോൾ നമ്മളിപ്പോൾ കണ്ട ഈ റോഡിൽ ഒരേ ദിശയിൽ ഈ ഭാഗത്ത് നിന്ന്, അതായത് എനിക്ക് പിറകിൽ നിന്ന് ഒരേ ദിശയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരികയാണ്. ഈ സമയത്ത് ഈ മരിച്ച ആൽവിൻ റോഡിന് നടുവിൽ നിന്ന് ക്യാമറയിൽ വീഡിയോ ചിത്രീകരിക്കുന്നു, ഈ വാഹനങ്ങളുടെ വീഡിയോ ചിത്രീകരിക്കുന്നു. ഇതിനിടെ ഇതിലൊരു വാഹനം ആൽവിനെ ഇടിച്ചു തെറിപ്പിച്ചതായുമാണ് പ്രാഥമികമായും പോലീസ് മനസ്സിലാക്കുന്നത്. എന്നാലും ഈ വാഹനം ഓടിച്ചിരുന്നയാൾ പറയുന്നതനുസരിച്ച് കറുത്ത ഡിഫൻഡർ വാഹനമാണ് ആൽവിനെ ഇടിച്ചു വീഴ്ത്തിയതെന്നാണ് മൊഴി നൽകിയിട്ടുള്ളത് പോലീസിന്. പക്ഷെ പോലീസ് ഇത് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. 2 വാഹനങ്ങളിൽ ഏത് വാഹനമാണ് ആൽവിനെ ഇടിച്ചു വീഴ്ത്തിയത് എന്നത് പരിശോധനയ്ക്ക് ശേഷമേ പറയാൻ കഴിയൂ എന്നാണ് പോലീസ് പറയുന്നത്. തൊട്ടപ്പുറത്ത് ഈ അപകടം നടന്ന സ്ഥലത്തിന് സമീപത്തുള്ള ഒരു സ്ഥാപനത്തിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ആ CCTVയിൽ കൃത്യമാണ് കാര്യങ്ങൾ. അതാണ് നേരത്തെ ഒരു ദൃക്സാക്ഷിയുടെ പ്രതികരണം നമ്മൾ കേട്ടത്. ആ CCTV ദൃശ്യങ്ങൾ കണ്ട ദൃക്സാക്ഷിയാണ് പറഞ്ഞത്. അപകടം എന്താണ് സംഭവിച്ചതെന്ന് ആ വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമാണെന്ന് ദൃക്സാക്ഷി പറയുന്നു. എന്നാലും ഈ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഒപ്പം തന്നെ ഈ വാഹനവുമായി ബന്ധപ്പെട്ടവരെ മുഴുവൻ ഇപ്പോൾ വെള്ളയിൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അവരുടെ മൊഴി രേഖപ്പെടുത്തുകയാണ്, അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. ഇവരിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ഈ ഒരു മണിക്കൂറിൽ പുറത്തു വരുന്നുണ്ടോ? എന്താണ് സംഭവിച്ചത് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ? രശ്മ, ഇപ്പോഴും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്, മൊഴിയെടുപ്പ് പുരോഗമിക്കുകയാണ്. ഈ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചതിന് ശേഷമാണ് ഈ വാഹന ഉടമയെ അടക്കം വിളിച്ചു വരുത്തി മൊഴിയെടുക്കുന്നത്. അവരിൽ ഒരാളാണ് സാബിത്ത് എന്ന് പറയുന്ന ആളാണ് ഒരു വാഹനം ഓടിച്ചിരുന്നത്. അദ്ദേഹം ഓടിച്ചിരുന്ന വാഹനമാണോ മറ്റു വാഹനമാണോ ഓടിച്ചതെന്ന കാര്യത്തിൽ ഇപ്പോഴും പോലീസ് സ്ഥിരീകരണം നൽകുന്നില്ല. പോലീസിന് ചില സൂചനകളുണ്ടെങ്കിലും അതിൽ വ്യക്തത നൽകുന്നില്ല. എന്തായാലും മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ മരിച്ച ആൽവിനും ഈ കമ്പനി ഉടമകളും തമ്മിൽ നേരത്തെയും ബന്ധമുണ്ട്. അവരുടെ ജീവനക്കാരനെ പോലെ പ്രവർത്തിച്ചിരുന്നയാളാണ്. അവരുടെ പ്രൊമോഷണൽ വീഡിയോസ് സ്ഥിരമായി എടുത്തുകൊടുത്തിരുന്ന ആളാണ്. അത്തരത്തിലാണ് ഇന്നും ഈ വീഡിയോ ചിത്രീകരിക്കാനായി ആൽവിൻ ഇവിടെ എത്തിയതെന്നാണ് പറയുന്നത്. ഇന്നലെ ഈ വാഹന ഉടമയും ഒപ്പം തന്നെ ആൽവിനും തമ്മിലുള്ള വാട്സാപ്പ് വഴി ബന്ധപ്പെട്ടതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, ഈ റീൽസ് ചിത്രീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട പണവും ആൽവിന് കൈമാറിയ രേഖയും ഫോണിൽ നിന്ന് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ പോലീസ്
ശേഖരിച്ചു വരികയാണ്. എന്താണ് അപകടത്തിലേക്ക് നയിച്ചത്? അതായത് അമിത വേഗത ഉണ്ടായിരുന്നു എന്നാണ് പ്രാഥമികമായി പോലീസ് മനസ്സിലാക്കുന്നത്. കാരണം ഒരു റീൽസ് വീഡിയോ ആണ്, 2 ആഡംബര വാഹനമാണ്. അപ്പോൾ ആ ആഡംബര വാഹനങ്ങൾ അത്യാവശ്യം വേഗതയിൽ, ഈ നിരത്തിൽ മറ്റു വാഹനങ്ങൾ കുറവായിരുന്നു. ആ സമയത്താണ് ഈ വീഡിയോ ചിത്രീകരണം നടക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വേഗതയിലാണ് ഈ 2 വാഹനങ്ങളും, ഈ കാണുന്ന വാഹനവും മറ്റൊരു ഡിഫൻഡർ വാഹനവും, ഈ 2 വാഹനവും വന്നിരുന്നത്. ഇതിലൊരു വാഹനം ഈ റോഡിൽ ഇറങ്ങി നിന്ന് വീഡിയോ ചിത്രീകരിക്കുകയായിരുന്ന ആൽവിനെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. പോലീസിന്റെ എഫ്ഐആറിൽ പ്രാഥമികമായി പോലീസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്, ഇവരിൽ നിന്നുള്ള മൊഴിയുടെ അടക്കം അടിസ്ഥാനത്തിൽ